പ്രളയമോ ഉരുൾപൊട്ടലോ അങ്ങനെയുള്ള എന്ത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാലും അതോടൊപ്പം പുറത്തേക്ക് ഇറങ്ങുന്ന കുറെ വിഷജന്തുക്കളും നമ്മുടെ നാട്ടിലുണ്ട്. അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാ കാണുന്നത്. ഇവിടെ കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ഇപ്പം ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേരെ ഈ ടി വിയിൽ കാണാമല്ലോ. SYS സുന്നി യുവജന സംഘം, SKSSF അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. നീ ഏതായാലും പറയും, ബാക്കിയോടെ പറയും. എന്തൊക്കെയുണ്ട്. അതിലൊരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ടൊരു വൈറ്റ് ഗാർഡിനെ കണ്ടു. അതെ, മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ്, വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ ഗാർഡ്, ഇതൊക്കെ കുറേ എണ്ണം. ഇത് കൂടാതെ DYFI. ഇത് ഒരുതരം രോഗ തലയ്ക്ക് തളമിക്കേണ്ടി വരുന്നാ തോന്നണേ. ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം. ഇന്നലെ രാവിലെ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പ്രിന്റ് പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. അതിന് നിനക്കെന്താണ് നഷ്ടം? ദുരന്തം പറച്ചിലൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി. നിനക്കൊന്നും ബോധം തല്ലില്ലട. ഈ സമയത്താണോ നിന്റെ വർഗീയത പറച്ചില്? നിനക്ക് നാണോ മാനോ ഒന്നില്ലട ബാല. അത് മാത്രമല്ല, ഞാൻ ഇടക്ക് സേവാഭാരതിന് ഒരു വെളുപ്പിക്കലുണ്ട്. സേവാഭാരതി കണ്ടില്ല. അവര് ഈ കഴിഞ്ഞ 2018 പ്രളയകാലത്താണ് സർക്കാർ ഉത്തരവിറക്കിയത്. ഈ വക ഒരു സംഘടനയുടെ പേരിൽ ആളുകൾ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നിങ്ങളുടെ ബാനറും സംഗതിയൊന്നും കാണിച്ചുകൊണ്ട് നടക്കരുത്. അതാണ് പാർട്ടിയുടെ പ്രഖ്യാപിത നയം. അതല്ലേ അടുത്താണ്. ഒരുപക്ഷെ സേവാഭാരതി മാത്രം അതനുസരിച്ച് കാണും. ബാക്കിയുള്ളവർ ഇച്ചിരി കൂടെ വലുതാക്കി എഴുതിയിട്ട് നെഞ്ചത്ത് കുത്തിക്കൊണ്ട് നടക്കും. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ. അത് കഴിഞ്ഞ് കുറച്ച് പുറത്തോട്ട് വന്നപ്പോഴാണ് മറ്റേ RSSന്റെ സേവാഭാരതിയുടെ ഒരു പേജിൽ ഈ പോസ്റ്റ് ഉണ്ട്. ഇതാണ് എന്റെ പുകയില്ലാത്ത അടുപ്പ്. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ